ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ജീവിതത്തിലെ അനുഭവം പറയുകയാണ്. കർത്തൃ ദിവസം ഞായറാഴ്ച ദിവസമാണ്. കർത്തൃ ദിവസത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അതൊരു പുതിയ പ്രയോഗമാണ്. ആത്മവിവശനായി. ആത്മാവിൽ വിവശത വരിക. എന്താണത്? ആത്മാവിൽ വിവശത വരിക. ആത്മവിവശനായി കർത്തൃ ദിവസത്തിൽ. കർത്തൃ ദിവസത്തിലെ പല അനുഭവങ്ങളും യോഹന്നാൻ്റെ മനസ്സിലുണ്ട്. കാരണം ആദ്യത്തെ ആ കർത്തൃ ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം, പേടിച്ച് അരണ്ട് സിഹിയോൻ മാളികയിൽ വാതിലും ജനലും അടച്ചിരിക്കുമ്പോൾ അന്ന് അവിടെ സംഭീതരായിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഇരുകരം ഉയർത്തി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് യോഹന്നാൻ്റെ മനസ്സിലുണ്ട്. മനസ്സ് പതറിയിരുന്നപ്പോൾ, മരണഭീതിയോടിരുന്നപ്പോൾ, കർത്താവിനെ കുറിച്ച് യെരൂശലേമിൽ തങ്ങൾക്ക് ഒരു വിധത്തിലും രക്ഷ ഉണ്ടാകുകയില്ല, പ്രതീക്ഷയില്ല, അങ്ങനെ മനസ്സ് വിഷമിച്ചിരുന്നപ്പോൾ, അപ്പോഴാണ് കർത്താവ് വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞത്. സമാധാനമില്ലാതെ ഞെളിവിരിക്കൊണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് യേശുക്രിസ്തു എഴുന്നള്ളി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഓർമ്മയുണ്ട്. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. കറുത്ത ദിവസത്തിൽ ഓരോരോ കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണ്. അന്ന് കർത്താവായി യേശുക്രിസ്തു ആദ്യത്തെ കർത്തൃ ദിവസം കർത്താവ് അവരുടെ മേൽ ഊതിയത് യോഹന്നാനിലേക്ക് ഓർമ്മയുണ്ട്. ഉയർത്തെഴുന്നേറ്റ് മിശിഹാപുരാൻ വന്നവരുടെ മേൽ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞതിൻ്റെ പൊരുളൊന്നും വേണ്ടത്ര മനസ്സിലായില്ല. ഏതോ ഒരു സമാധാനം കിട്ടിയെന്നറിയാം. അങ്ങനെയാണ് നാം. അങ്ങനെയാണ് പ്രസംഗം കേൾക്കുമ്പോൾ പലതും മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഏതോ ഒരു ശാന്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നത് കാണാം. ആകമാനൊരു ശാന്തി, ആകമാനൊരു സ്വസ്ഥത, ഏതോ ഒരു സ്വസ്ഥത മനസ്സിലൊരു സമാധാനമുള്ളതിലേക്ക്. കർത്താവിൻ്റെ വചനത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വചനം അസ്ഥിമജ്ജകളെ വേർതിരിക്കത്തക്കവണ്ണം തുളച്ചു ചെല്ലുന്നത്. അസ്ഥിയെയും മജ്ജയെയും തുളച്ചു ചെല്ലും വചനം. ഈ അതിന് തീനാമ്പുകളുണ്ട്, വചനത്തിന് മൂർച്ചയുണ്ട്, വചനത്തിന് മൊനയുണ്ട്, വചനത്തിന് കരുത്തുണ്ട്. വചനം ഹൃദയത്തെ പിളർക്കും, വചനം ഉള്ളത്തെ കുളിർക്കും. ദൈവത്തിന് സ്തോത്രം. പതറിയിരിക്കുന്ന ഹൃദയത്തിന് കുളിർമ തരും, നീറിപ്പോഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് കുളിർമ തരും, വാടിയിരിക്കുന്ന ഹൃദയത്തിന് ഉന്മേഷം തരും, പതറിയിരിക്കുന്നവർക്ക് സമാധാനം തരും വചനം. യോഹന്നാൻ ഏകാഗിയായിട്ടിരിക്കുകയാണ്, ഒറ്റയ്ക്കിരിക്കുകയാണ്. മനസ്സിൽ കൂടി എന്തെല്ലാമാണ് ചിന്തകൾ പോകുന്നത്. ഏതാനും നാളുകൾ കഴിഞ്ഞാൽ മതി, തീർച്ചയായിട്ടും ഈ ശരീരം ഇവിടെ മണ്ണടിക്കും, ഇവിടെ മരിച്ചു വീഴും. ഏകാഗിയായിട്ട് ഈ പത്മോസിൽ കഴിയുന്ന, ഈ ഒറ്റപ്പെട്ട ദ്വീപിൽ കഴിയുന്ന ഞാൻ ഏതാനും ദിവസം കഴിയുമ്പോൾ ഇവിടെ മരിച്ചു വീഴും. മുകളിലേക്ക് നോക്കിയാൽ ഒട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ കാണാം. കഴുകന്മാർ ഒട്ടമിട്ട് പറക്കുന്നു. ഈ മനുഷ്യനൊന്ന് കിടന്ന് കിട്ടിയാൽ മതി, അവനെ കൊത്തി തിന്നാമെന്നാണ് കഴുകന്മാരുടെ വിചാരം. ആളുടെ ജീവനൊന്ന് പോയി കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ചൈതന്യം ഇല്ലാത്ത രീതിയിലായി കിട്ടിയാൽ മതി, ആളെ കൊല്ലാം, തിന്നാം. കഴുകന്മാർ ഒട്ടമിട്ട് പറക്കുന്നു. ആർത്തിയോടെ തൻ്റെ ശരീരം ഭക്ഷിക്കാൻ പറക്കുന്ന കഴുകന്മാർ. യോഹന്നാൻ നോക്കി ചുറ്റും പാറക്കെട്ടുകൾ, പത്മസ് ദ്വീപിലെ പാറക്കെട്ടുകൾ, ഭയങ്കരമായ പാറക്കെട്ടുകൾ ഇങ്ങനെ ചുറ്റും ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ ഇടയിലാണ് അപ്പോസ്തലൻ ഇരിക്കുന്നത്. ഏകാഗിയായിട്ടിരിക്കുകയാണ്. പാറക്കെട്ടുകൾ, അപ്പുറത്ത് അലച്ച് ഉയർന്നു വരുന്ന തിരമാലകൾ ഈ പാറക്കെട്ടിൽ തട്ടി ആ വെള്ളം ഇങ്ങനെ ചിതറി തെറിക്കുന്നത് കാണാം, കേൾക്കാം. ഭയങ്കര ശബ്ദത്തോടെയാണ് തിരമാലകളൊന്നും അടിക്കുന്നത്, ഭയങ്കര ശബ്ദം. ഉടനെ പെട്ടെന്ന് ഓർമ്മ വന്നു, പണ്ട് ഗലീലക്കടലിൽ കൂടി ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ ഉയർന്നു വന്നതും തിരമാലകളൊന്ന് ആഞ്ഞടിച്ച് പടക് മുങ്ങുമാറായതെല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. ഓരോ സംഭവങ്ങൾ ഓർമ്മയിലേക്ക് വരികയാണ്. വാർദ്ധക്യമായി, പക്ഷേ ഓർമ്മ മങ്ങിയിട്ടില്ല. പഴയകാല ഓർമ്മകൾ ഇപ്പോഴും കിട്ടുന്നുണ്ട്. അന്ന് കർത്താവ് പടകില്ലായിരുന്നു, ശിഷ്യന്മാർ പടകിൽ കയറി അക്കരയ്ക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഭയങ്കരമായ കൊടുങ്കാറ്റ്, അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാ കടലിൽ എങ്ങനെയുണ്ട്, ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ കൊടുങ്കാറ്റ് വീശും. ആ കൊടുങ്കാറ്റും കാഞ്ഞു വീശിയപ്പോൾ പടക് അങ്ങ് മുങ്ങാറായി.
നടുക്കടലിൽ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയും പകുതി ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട്. എന്ത് ചെയ്യും? ഏതാണ്ട് 10 മൈൽ ഇനിയും സഞ്ചരിക്കണം. പടക് നടുക്കടലിൽ. വെള്ളം ഇങ്ങനെ ആർത്ത് കയറി പടക് ഒലയ്ക്കുന്നു. മാത്രമല്ല പടകിലേക്ക് വെള്ളം കയറി കൂടുന്നു. ഈ വെള്ളം കൈകൊണ്ട് തേകി കളയാൻ ശിഷ്യന്മാർ ബന്ധപ്പെടുന്നു. യോനാശായി ഓർക്കത്തു, ഇന്നത്തെ പോലെ എൻ്റെ ശരീരം പറയുകയാണ്, എൻ്റെ ശരീരം ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് ഈ വെള്ളമെല്ലാം തേകി കളയാനുള്ള ആരോഗ്യം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ 12 പേരും അത്യധ്വാനം ചെയ്ത് വെള്ളം കളയാൻ നോക്കി. അത് ഏറെ വെള്ളം പിന്നെയും പടകിൽ കയറുന്നു. ഓർമ്മയിലേക്ക് വരികയാണ്. എൻ്റെ ദൈവമേ, ഇതെല്ലാം എന്തൊരു അത്ഭുതകരമായ കാര്യങ്ങൾ. എത്ര വർഷങ്ങൾ കഴിഞ്ഞു. സംഭവവിഹുലമായൊരു ജീവിതമായിരുന്നില്ല എനിക്ക്. പറയുകയാണ്, ചിന്തിക്കുകയാണ്, സംഭവവിഹുലമായൊരു ജീവിതം. ഞാൻ ഈ വാർദ്ധക്യത്തിലേക്ക് ആയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഏതെല്ലാം വഴികൾ കൂടിയാണ് ഞാൻ നടന്നു പോകുന്നത്, എന്തെല്ലാമാണ് ഞാൻ പിന്നിട്ടത്, ഏതെല്ലാം പ്രശ്നങ്ങളിലാണ് ഞാൻ കുരുങ്ങിപ്പോയത്. ദൈവമേ, നീ എല്ലായിടത്തിനും താങ്ങി. കർത്താവ് ഇടിമക്കൾ എന്ന് വിളിക്കത്തക്കവണ്ണം അത്രമാത്രം കോപിഷ്ഠന്മാരും വാശിക്കാരുമായിരുന്നു ഞങ്ങൾ 2 പേരും. ആര്? യാക്കോബും യോഹന്നാനും സഹോദരന്മാർ. ബോവനേർഗസ് എന്നാണ് അവർക്ക് ഇട്ട പേര്. ബോവനേർഗസ്, ഇടിമക്കൾ. അവർ 2 പേരും വാശിയുള്ളവരായിരുന്നു, വഴക്കാളികളായിരുന്നു, ദുശാഠ്യക്കാരായിരുന്നു. ഈ ജീവിതത്തിൽ യേശു വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ? യേശു വന്നതുകൊണ്ട് ഈ സമാധാനമുണ്ട്. ചിന്തിക്കുകയാണ്, ഓരോന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഏതെല്ലാം ചിന്തകളാണ് വരുന്നത്. ആർത്ത് ആഞ്ഞ് തിമിർത്തു വരുന്നതായി തിരമാലകൾ പാറക്കെട്ടിൽ തട്ടി തകർന്ന് വെള്ളം ഇങ്ങനെ ചിന്നിത്തൂവി പോകുമ്പോൾ ഓർക്കും, എൻ്റെ കർത്താവേ, അന്ന് നീ പടകിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അന്ന് തീർന്നു പോകുമായിരുന്നു. ഭാഗ്യം, അന്ന് ജീവിതം തീർന്നു പോകാതിരുന്നുകൊണ്ട് എന്തെല്ലാം കാഴ്ചകളാണ് ഞാൻ കണ്ടത്. ചിന്തിക്കുകയാണ്, എന്തെല്ലാം കാഴ്ചകൾ. യേശുവിൻ്റെ കൂടെ നടന്നതായ കാലങ്ങൾ. അന്ന് സംഭവം നടന്നതിന് ശേഷമാണ് ലാസർ മരിച്ചതും ലാസറിനെ ഉയർപ്പിച്ചതുമെല്ലാം. എന്തെല്ലാം അത്ഭുതങ്ങൾ. കർത്താവ് ഏതേതെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു. ആ അത്ഭുതങ്ങളുടെ എല്ലാം കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു. കർത്താവ് എവിടെ പോയാൽ എന്നെ കൂടെ കൂട്ടുമായിരുന്നു. ഐറോസിൻ്റെ ഭവനത്തിലേക്ക് പോയി ഐറോസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ എന്നെയും കർത്താവ് കൂടെ കൂട്ടി. അധികം പേരെ കൂടെ കൂട്ടിയില്ല. എന്നെയും യാക്കോബിനെയും പത്രോസിനെയും മാത്രം. ബാക്കി എല്ലാവരെയും പുറത്തു നിർത്തി. ഒരു സ്പെഷ്യൽ ഗ്രേസ് ഞങ്ങൾക്ക് തന്നു. ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് തന്നു. പ്രത്യേക ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. എന്തൊരു ഭാഗ്യം! കർത്താവേ, ഞങ്ങൾ നീ സ്നേഹിച്ചു. അന്ന് കടലിൽ തീർന്നു പോയിരുന്നെങ്കിൽ ഈ ഭാഗ്യമൊന്നും കാണാൻ പറ്റില്ലായിരുന്നല്ലോ. ഭാവനയിലിങ്ങനെ ഓരോന്നിങ്ങനെ ഓർമ്മയിൽ നിന്ന് ചകഞ്ഞെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഓരോന്ന് ചകഞ്ഞെടുത്ത് നിങ്ങൾക്കും ചിന്തിക്കാം. പഴയ കാലങ്ങൾ, ദൈവം നടത്തിയ വിധങ്ങൾ. ചിലപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ണീരണിയും. ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന ചില ആപത്തുകൾ ദൈവം കരയറ്റിയത്, അത്യാഹിതങ്ങൾ ദൈവം ഒഴിവാക്കി തന്നത്, മരണത്തിൻ്റെ വായിൽ നിന്ന് നിങ്ങൾ വിടുവിച്ചത്, വലിയ കെടുതികളും കേടുകളും വരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒരു മോചനം തന്നത്, എന്തെല്ലാം ഓർക്കാനുണ്ട്. യോഹന്നാസ്ലീഹ ഓരോന്നിങ്ങനെ ഓർക്കുകയാണ്. ഏകാഗിയായിട്ടിരിക്കുകയല്ലേ, ഒറ്റയ്ക്കിരിക്കുകയല്ലേ. ഇഷ്ടംപോലെ ചിന്തിക്കാമല്ലോ, ചിന്തിക്കാനല്ലേ പറ്റൂ. കർത്താവേ, നീ അന്ന് വെള്ളത്തിൽ മീതെ നടന്നു വന്നു. ഞങ്ങൾ ഭയന്നു പോയി. ഭൂതമാണെന്ന് പേടിച്ചു പോയി. വെള്ളത്തിൽ മീതെ നടന്നു വന്നു. ഞങ്ങൾ ഭയന്നു പോയി. അരണ്ട വെളിച്ചത്തിൽ കർത്താവ് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഭൂതമാണെന്ന് പേടിച്ചു. ഞങ്ങൾ പേടിച്ച് നിലവിളിച്ചു പോയി. വെള്ളം ആഞ്ഞ് ഉയരുന്നു, തിരമാലകൾ തിരത്തല്ലി ഉയരുന്നു. ഇപ്പോഴിതാ ഭൂതവും വരുന്നു. എന്തു ചെയ്യും? ഇത്ര വലിയൊരു കെടുതി വന്നു പോയല്ലോ. ഇപ്പോൾ കർത്താവ് ഒന്ന് വന്നിരുന്നെങ്കിൽ എങ്കിൽ ഈ പേടിയൊന്നും വേണ്ടായിരുന്നു. ദൈവമേ, കർത്താവ് പടകില്ലാതെ ഞങ്ങൾ യാത്ര ചെയ്യണ്ടായിരുന്നു. കർത്താവില്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോരണ്ടായിരുന്നു. ചിന്തകളിങ്ങനെ ഓരോന്നിങ്ങനെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വന്നു. അല്ല, യേശുവാണ് തിരിച്ചറിഞ്ഞു. എന്തൊരു ഭാഗ്യം! ഭയപ്പെടേണ്ട, ഞാനാകുന്നു കർത്താവ് പറഞ്ഞു. പേടിക്കേണ്ട, ഞാനാകുന്നു. ആ ശബ്ദം എപ്പോഴും കാതുകളിൽ മുഴങ്ങുന്നു. അപ്പോസ്തലൻ ഓർക്കുകയാണ്, പേടിക്കേണ്ട, ഞാനാകുന്നു. ആ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്നു, ഹൃദയത്തിൽ മാറ്റിക്കൊള്ളുന്നു. പേടിക്കേണ്ട, ഞാനാകുന്നു. സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്നങ്ങനെയൊന്ന് വന്നിരുന്നെങ്കിൽ. ഇവിടെ ഈ തിരമാലകളുണ്ടല്ലോ, ഈ സമുദ്രത്തിൽ നിന്ന് ആഞ്ഞടിക്കുന്ന തിരമാലകളുണ്ടല്ലോ. ഈ തിരമാലകളുടെ മീതെ തിരമാലകളെ ചവിട്ടി മെതിച്ച് യേശുനാഥ, നീ ഇപ്പോഴൊന്ന് വന്നിരുന്നെങ്കിൽ. നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, നീ ഇന്നും ജീവിക്കുന്നുണ്ടല്ലോ. കർത്താവേ, നിൻ്റെ സുവിശേഷത്തിൻ്റെ പേരിലാണല്ലോ ഞാൻ ഈ ബന്ധനത്തിലായത്. നിൻ്റെ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ എനിക്ക് കഷ്ടത വന്നത്. ഇപ്പോൾ നീ ഒന്ന് വന്നിരുന്നെങ്കിൽ. അന്ന് വർഷങ്ങൾക്ക് മുൻപ് നീ ഗലീലാക്കടലിൽ ഓളങ്ങളുടെ മീതെ നടന്നു വന്ന് ഞങ്ങളുടെ പടകിൽ കയറിയതുപോലെ ഇന്ന് എൻ്റെ നാഥ, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ, നിൻ്റെ ആ സാന്നിധ്യം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ.
നിൻ്റെ ആ തിരുസാന്നിധ്യം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, നിൻ്റെ ആ തൃക്കരം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, എൻ്റെ കർത്താവേ, എൻ്റെ നാഥ, നിൻ്റെ ആ തിരുമുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, നിൻ്റെ ആ തിരു ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിൽ മതി, എനിക്ക് പൂർണ്ണ സന്തോഷമാകുമായിരുന്നു. യോഹന്നാൻ ഓർക്കുകയാണ്, മതി, ആരും കൂടെ ഇല്ലെങ്കിൽ നീ ഒന്ന് വന്നാൽ മതിയായിരുന്നു. യേശുവേ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും നീ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. കർത്താവേ, നീ ഒന്ന് വരണമേ, ഈ ഏകാഗിയായിരിക്കുന്നതിലേക്ക് നീ ഒന്ന് വരണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തത ചിലപ്പോൾ വരും, ഒറ്റപ്പെട്ട അനുഭവം വരും. ഏകാന്തതയുടെ നിങ്ങളുടെ വിരസത, നിങ്ങളുടെ ജീവിതത്തിൽ ഏകാന്തതയുടെ വിരസത അങ്ങനെ വരും. എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനാഥനായി പോയല്ലോ എന്നൊരു തോന്നൽ, എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ, കർത്താവേ, ആരും എനിക്കില്ലല്ലോ. മനസ്സ് ഉലഞ്ഞുപോയ അനുഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കാം. നിങ്ങൾക്കും ചിലപ്പോൾ ഏകാന്തത തോന്നാം, നിങ്ങൾക്കും വിരസത തോന്നാം, നിങ്ങൾക്കും ജീവിതത്തിൽ മടുപ്പ് തോന്നാം, മനസ്സ് വിഷാദം പൂണ്ട് പ്രയാസപ്പെടുന്ന അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് വരാം. പക്ഷേ പതറരുത്. അപ്പോഴെല്ലാം യേശുവിനെ ഓർത്തുകൊള്ളണം, പഴയകാല അനുഭവങ്ങൾ ഓർത്തുകൊള്ളണം, യേശു നിങ്ങളെ താങ്ങിയ സംഭവങ്ങൾ ഓർത്തുകൊള്ളണം, യേശു നിങ്ങൾ നടത്തിയ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം, യേശു നിങ്ങളെ തലോടിയ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം, യേശു നിങ്ങളുടെ കണ്ണുനീര് തുടച്ചു തന്നതായ കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർക്കാൻ വകയില്ലേ? യേശുവിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വകയില്ലേ? ഓർത്ത് സ്തുതിക്കാം. ദുരിതങ്ങളുടെ സമയങ്ങളിൽ, ആകുല വേളകളിൽ, ജീവിതം സങ്കീർണമായി വലഞ്ഞ സമയങ്ങളിൽ, അപ്പോഴെല്ലാം ഈ യേശു കടന്നു വന്നതും നിങ്ങളെ തൊട്ടത്, നിങ്ങളെ തലോടിയതെല്ലാം നിങ്ങൾക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പണ്ട് പരീക്ഷ എഴുതിയപ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് ലഭിച്ചത്, ചില കുരുക്കിൽപ്പെട്ടപ്പോൾ ആ കുരുക്കഴിച്ച് കർത്താവ് നിങ്ങൾ രക്ഷപ്പെടുത്തിയത്, ഓരോന്നും നിങ്ങൾക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും എന്നിൽ യേശുവേ നിൻ്റെ കരമായിരുന്നല്ലോ, ഞാൻ നിൻ്റെ കരമൊന്നും വേണ്ടതുപോലെ കണ്ടില്ല. ഇന്ന് എൻ്റെ കർത്താവെ, എനിക്ക് തോന്നുന്നു നിൻ്റെ കരമാണല്ലോ എല്ലാം പ്രവർത്തിച്ചത്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുവേ, എന്നെ കരുതുന്ന എൻ്റെ യേശുവേ, എനിക്ക് ഓരോ അവസരങ്ങളിൽ സമാധാനം തന്ന എൻ്റെ യേശുവേ, നീ ഇപ്പോൾ ഒന്ന് വന്നിരുന്നെങ്കിൽ. നിങ്ങൾക്കും പറയാം, ഏകാന്ത നിമിഷങ്ങളിൽ എനിക്കും കൂടെ ആരുമില്ല എന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്കും പറയാം. എന്നെ സ്നേഹിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്കും പറയാം. എനിക്ക് വാസ്തവത്തിൽ പലരും ഉണ്ടെങ്കിലും ആരും എനിക്ക് ഉപകാരപ്പെടുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്കും പറയാം. യേശുവേ, നീ ഒന്ന് വരണമേ. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ തിരുസാന്നിധ്യം കിട്ടുക, യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ അനുഭവമാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം കിട്ടുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ കൊതിക്കണത്, നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കേണ്ട, യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യം. കർത്താവേ, നീ എൻ്റെ കൂടെ നിൽക്കണമേ എന്നുള്ള ഒരു എളിയ പ്രാർത്ഥന നമുക്ക് വേണം. നീ എന്നിൽ നിന്ന് മാറിപ്പോകല്ലേ എന്നുള്ള പ്രാർത്ഥന വേണം. മാറരുതേ, നിൻ്റെ മുഖം മറയ്ക്കരുതേ എന്നുള്ള പ്രാർത്ഥന വേണം. കർത്താവേ, നീ മാറിപ്പോകല്ലേ, നിൻ്റെ മുഖം എനിക്ക് മറയരുതേ എന്ന് പ്രാർത്ഥന വേണം. യേശുവേ, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയണം. നീ കൂടെ ഇല്ലെങ്കിൽ ഞാൻ നിസ്സഹായനാണല്ലോ എന്ന് പറയണം. നീ കൂടെ ഇല്ലെങ്കിൽ ഞാൻ തീർത്തും ബലഹീനാണല്ലോ എന്ന് പറയണം. എൻ്റെ ബലം യേശുവേ നീയാണ്, എൻ്റെ ജ്ഞാനം യേശുവേ നീയാണ്, എൻ്റെ കരുത്ത് യേശുവേ നീയാണ്. നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുവേ, നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യമാണ്. ഞാൻ നിന്നെ അറിയാതിരുന്നപ്പോഴും നീ എന്നെ അറിഞ്ഞിരുന്നു, ഞാൻ നിന്നെ വിളിക്കാതിരുന്നപ്പോഴും നീ എന്നെ വിളിച്ചിരുന്നു. കർത്താവേ, ഞാൻ നിൻ്റെ നേരെ നോക്കാതിരുന്നപ്പോഴും നീ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്, കുറേയെല്ലാം മനസ്സിലാകുന്നുണ്ട്. കർത്താവേ, നീ എൻ്റെ അരികിലേക്കൊന്ന് ഓടി വരണമേ. ഈ പ്രശ്നസങ്കുലമായ ഈ അവസരത്തിൽ യേശുനാഥ, നീ എൻ്റെ അരികിലേക്കൊന്ന് പാഞ്ഞു വരണമേ. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ഞാൻ അമ്പരം നിൽക്കുന്ന ഈ സമയങ്ങളിൽ യേശുവേ, നീ ഒന്ന് ഓടി വരണമേ. രോഗത്തിൻ്റെ ബാധ കൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളൊരു വീർപ്പ് മുട്ടുന്ന സമയങ്ങളിൽ യേശുവേ, നീ ഒന്ന് ഓടി വന്ന് എൻ്റെ പടകിലേക്ക് കയറണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചാൽ വിളി കേൾക്കുന്ന യേശുവുണ്ട്. വിളിക്കാൻ കൊള്ളാവുന്ന യേശുവുണ്ട്. അപ്പാ എന്ന് വിളിക്കാൻ പദവി തന്നൊരു യേശുവുണ്ട്. നിത്യപിതാവിനെ അപ്പാ എന്ന് വിളിക്കാനുള്ള പദവി, സ്വർഗസ്ഥനായ പിതാവിനെ സ്വർഗത്തിലെ അപ്പാ എന്ന് വിളിക്കാനുള്ള പദവി, ആകാശത്തിലെ ബാവായി എന്ന് വിളിക്കാനുള്ള പദവി. ദൈവത്തിന് സ്തോത്രം. വലിയ പദവിയാണത്. നിത്യനായ ദൈവത്തെ അപ്പനായി കിട്ടുക. അപ്പനില്ലാത്തവർക്ക് അപ്പനാണ്. ഹല്ലേലൂയ. ഭർത്താവില്ലാത്തവർക്ക് നാഥനാണ്. ഹല്ലേലൂയ. മക്കളില്ലാത്തവർക്ക് സ്നേഹനിധിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഹായികളില്ലാത്തവർക്ക് അവൻ നിത്യസഹായിയാണ്. സഹോദരന്മാരില്ലാത്തവർക്ക് അവൻ നിത്യസഹോദരനാണ്. ദൈവത്തിന് സ്തോത്രം. ഗുരുക്കന്മാരില്ലാത്തവർക്ക് അവൻ നിത്യഗുരുനാഥനാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു സകലത്തിനും മതിയായവനാണ്. ഈ നല്ലവനായ യേശുവിനെ നിങ്ങൾക്ക് വിളിക്കണം.
ദൈവത്തിന് സ്തോത്രം. വിളിക്കണം. നിങ്ങൾക്ക് ഇതുവരെയും വിളിക്കാൻ തോന്നിയിട്ടില്ലേ? ഇതുവരെ ഈ അനുഭവം നിങ്ങൾ കിട്ടിയിട്ടില്ലേ? യേശുവിൻ്റെ സാന്നിധ്യം കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ അത് നാളെ ആകണ്ട, ഇന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ഇന്ന് തന്നെ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് തന്നെ എനിക്ക് തരണമേ. തിരുസാന്നിധ്യം ലഭിച്ചുകൊണ്ട് നിന്നെ സ്തുതിപ്പാൻ എനിക്ക് കൃപ തരണമേ. തിരുസാന്നിധ്യം എനിക്ക് ലഭിച്ചിട്ട് നിന്നെ ഒന്ന് എനിക്ക് ആരാധിക്കണമല്ലോ കർത്താവേ, അതിനുള്ള കൃപ തരണമേ. ഹൃദയം പുകഞ്ഞിരിക്കുന്നല്ലോ കർത്താവേ. യേശുവേ, എൻ്റെ ഹൃദയം ഇങ്ങനെ വാടിക്കരിഞ്ഞിരിക്കുന്നല്ലോ കർത്താവേ. ചില ദുഃഖവിഷയങ്ങൾ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, കരഞ്ഞിട്ടും തീരാത്തത്ര അനേക ദുരിതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാൻ വാടി തളർന്നിരിക്കുന്നല്ലോ കർത്താവേ. നിൻ്റെ ഒരു സാന്നിധ്യം തന്നാൽ മതി. പത്മോസിൻ്റെ ഏകാന്തതയിൽ തൻ്റെ പ്രിയപ്പെട്ട അപ്പോസ്തലന് സാന്നിധ്യം നൽകിയ നിത്യപരിശുദ്ധനായ യേശുവേ, നീ ഇപ്പോൾ എഴുന്നള്ളി വന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നല്ലൊരു പദമാണത്, ആത്മവിവശത. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ വിവശനായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ആത്മാവിൽ നിറയുക. ആത്മവിവശത വന്നപ്പോൾ സ്വയബുദ്ധി അങ്ങ് പോയി, സ്വന്തം ബോധം തന്നെ അങ്ങ് മാറി. വേറൊരു ബോധമായി, വേറൊരു ആളായി, വേറൊരു മനസ്സായി, വേറൊരു ഹൃദയമായി, വേറൊരു ആളത്തുമായി. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന പോലത്തെ അനുഭവമാണ്. ഈ ഭൂമിയിലല്ല, വേറെ എങ്ങോ ആണ്. എവിടെയാണോ? ഏതോ അങ്ങ് പഞ്ഞു പോകുന്ന പോലെ അങ്ങ് പൊങ്ങുന്നു, പഞ്ഞ് പറക്കുന്നത് പോലെ അങ്ങ് പറക്കുന്നു. ഭാരമില്ല, കനമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരാകുലവുമില്ല, യാതൊരു ഭാരവുമില്ല. ആകുലങ്ങളും ഭാരങ്ങളും ചുമടുകളെല്ലാം എത്ര വേഗപ്പെട്ടെന്ന് മാറിപ്പോയി. എവിടെ പോയി ഇതെല്ലാം? ദുഃഖങ്ങളെല്ലാം പാടെ മാറിപ്പോകുന്നു, ഏകാന്തത മാറിപ്പോകുന്നു. യേശു വരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഈ യേശു നിങ്ങൾക്ക് അടുക്കൽ വന്ന് കിട്ടുന്ന മഹാഭാഗ്യം നിങ്ങൾ കളയരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്, നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കരുത്. യേശുവേ, നിൻ്റെ തിരുസാന്നിധ്യത്താൽ എൻ്റെ ഉള്ളം കുളിർപ്പിക്കണമേ നിങ്ങൾ പറയണം. യേശുവേ, നിൻ്റെ തിരുസാന്നിധ്യത്താൽ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പറയണം. യേശുവേ, നിൻ്റെ തിരുസാന്നിധ്യത്താൽ എൻ്റെ മനസ്സിനെ കുളിർമ തരണമേ നിങ്ങൾ പറയണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിലേക്ക് വരുന്നു. അതാണ് ആത്മാവിൻ്റെ വിവശത. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മവിവശത നിങ്ങൾ ചിലരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകും. ആത്മാവിൻ്റെ വിവശത വരുമ്പോൾ നിങ്ങൾ ഈ ലോകത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളെ കർത്താവ് എടുത്ത് പറപ്പിച്ചുകൊണ്ട് പോകുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങ് പറന്ന് ഉയരുകയാണ്. ശരീരം ഇവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആത്മാവ് പറന്ന് ഉയരുന്നു. ഒരു പ്രത്യേക അനുഭൂതിയാണത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ യേശു ഞാനും ഒന്നായിത്തീരുന്നൊരു അനുഭവം. യേശു ക്രിസ്തു എൻ്റെ വലഭാഗത്തുണ്ട്, എൻ്റെ ഇടത്ത് ഭാഗത്തുണ്ട്, എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ പിമ്പിലുണ്ട്. സ്തോത്രം. യേശുവിന് ചുറ്റുമുണ്ട്, യേശുവിൻ്റെ കൃപേൻ്റെ മുകളിലുണ്ട്, യേശുവിൻ്റെ കൃപേനെ താങ്ങുന്നുണ്ട്. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. പുരാതനായ ദൈവത്തിൻ്റെ സങ്കേതമാകുന്നു. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ശാശ്വത ഭുജങ്ങൾ താങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. മേലിൽ നിന്ന് അവനെ താങ്ങിക്കൊണ്ടിരിക്കുന്നു, വശങ്ങളിൽ നിന്ന് അവനെ താങ്ങിക്കൊണ്ടിരിക്കുന്നു. വശങ്ങളിൽ നിന്ന് പ്രകാശ രേണുക്കൾ വന്ന് എൻ്റെ ശരീരത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രകാശ രശ്മികളിൽ ഞാൻ കുളിർത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ നാം പ്രാപിക്കണം. ആത്മാവിൻ്റെ വിവശത. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചുള്ളൂ. പണ്ട് ഗലീലക്കടലിൽ ഓളങ്ങൾ തെറുത്തു വന്ന് ആ ഗലീലക്കടലിലെ ഓളങ്ങൾ തിരമാലകൾ വന്ന് തട്ടി പടക് മുങ്ങുമാറായതെല്ലാം വന്ന് ചിന്തിച്ചുള്ളൂ. അപ്പോഴാണ് ചിന്തിച്ചത്, എൻ്റെ കർത്താവെ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഒന്നുകൂടി ആവർത്തിക്കുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ സംഭവം ഒന്നുകൂടി ആവർത്തിക്കുമോ? നീ എൻ്റെ അരികിലേക്ക് വന്ന ആ സംഭവം, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ച ആത്മാവിൻ്റെ ആ വിവശത ഒന്നുകൂടി ആവർത്തിക്കുമോ കർത്താവേ? ഒരു പ്രാവശ്യം കൂടി തരുമോ? എനിക്ക് ഡൊമീഷ്യൻ കൈസറിനെ പേടിയില്ല. ഡൊമീഷ്യൻ കൈസർ എന്നെ തിളച്ചിക്കുന്ന എണ്ണയിലിട്ടു. ഒരു കേടും വരാൻ ഞാൻ പുറത്തു വന്നു. പിന്നെ എന്നെ കൊല്ലാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്, എന്നെ ശിക്ഷിക്കാൻ വേറൊന്നും നിർവാഹമില്ലാത്തതുകൊണ്ട് പത്മോസിലേക്ക് എന്നെ നാട് കടത്തി. തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ടും ഞാൻ രക്ഷപ്പെട്ടത് നിൻ്റെ കൃപ കൊണ്ടാണ്. കാരണം തിളയ്ക്കുന്ന എണ്ണയേക്കാൾ വലിയൊരു ചൂടെൻ്റെ ചുറ്റുമുണ്ടായിരുന്നു, വലിയൊരു തീ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. തീയെ പിടിച്ച് തീയിലേക്ക് ഇട്ടാൽ എങ്ങനെ സംഭവിക്കാനുള്ളത്? ഒന്നും സംഭവിക്കില്ലല്ലോ. ഞാൻ വലിയ തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എന്നെ പിടിച്ചിട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ എൻ്റെ ചുറ്റും തിളച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ എന്നിൽ തിളച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഒരു കേടും വന്നില്ല. എൻ്റെ കർത്താവേ, നന്ദിയോടെ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഓരോന്നിങ്ങനെ ചിന്തിച്ച് വരികയാണ്. അപ്പോഴാണ് ആത്മാവിൻ്റെ വിവശത വീണ്ടും വരുന്നു. സ്തോത്രം. നിൻ്റെ നല്ല കാലം നീ എനിക്ക് ആവർത്തിച്ച് തരികയില്ലയോ? പണ്ടേ പോലൊരു നല്ല കാലം തരികയില്ലയോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പണ്ടേ പോലൊരു നല്ല കാലം തരികയില്ലയോ? സ്തോത്രം. മതിമറന്ന് സ്തുതിച്ചതുപോലെ നല്ല കാലം തരികയില്ലയോ? ലഹരി പിടിച്ച് സ്തുതിച്ചൊരു നല്ല കാലം തരികയില്ലയോ? ആത്മാവിൻ്റെ ലഹരി, ആത്മാവിൻ്റെ വിവശത, ആത്മാവിൻ്റെ തീജ്വാല,
അത് ഞങ്ങൾക്ക് ഇനിയും തരികയില്ലയോ? യഹോവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം തരയണമേ. പ്രവാചകൻ പറഞ്ഞു, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾ പണ്ടേ പോലെ ഒരു നല്ല കാലം തരയണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം, ദൈവത്തോട് നടന്നതുപോലത്തെ ഒരു നല്ല കാലം, കർത്താവിൻ്റെ മാറിൽ ചാരിയതുപോലത്തെ ഒരു നല്ല കാലം, കർത്താവിൻ്റെ ഹൃദയമെടുപ്പുകൾ ഏറ്റുവാങ്ങിയതുപോലത്തെ നല്ല കാലം. ആ മാറിൽ ചാരിയപ്പോൾ ഹൃദയത്തിൻ്റെ ഉൾസ്പന്ദനങ്ങൾ എല്ലാം ശ്ലീഹ ഏറ്റുവാങ്ങിയത് ഓർമ്മയുണ്ട്. അന്ന് ആ ആദ്യത്തെ വിശുദ്ധ കുർബാനയുടെ ദിവസം, ആദ്യ കുർബാന, ആ പെസഹ ദിവസം, അന്ന് കർത്താവിൻ്റെ മാറിലേക്ക് യോഹന്നാൻ ചാരി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഹൃദയസ്പന്ദനങ്ങളെല്ലാം മുഴുവനും ഏറ്റുവാങ്ങിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം അനുഭവങ്ങളാണ്! ഓരോന്നിങ്ങനെ മനസ്സിൽ തികട്ടി വരുന്നു, ഓരോന്ന് ചിന്തിച്ച് വരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ആത്മാവിൻ്റെ വിശുദ്ധ വേണമോ? ആത്മാവിൻ്റെ വിശുദ്ധയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇതൊന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട. ഏതൊരു മനുഷ്യന് ലഭിക്കും. എന്നെപ്പോലൊരാൾക്ക് ഇത് കിട്ടുമോ? പാവം ചെയ്ത് ജീവിച്ച എന്നെപ്പോലൊരാൾക്ക് ഇത് കിട്ടുമോ? കോപാക്രാന്തനായി അലറി എന്നെപ്പോലൊരാൾക്ക് കിട്ടുമോ? എപ്പോഴും വഴക്ക് പിടിക്കുകയും ശാഠ്യം പിടിക്കുകയും ചെയ്ത് എന്നെപ്പോലൊരാൾക്ക് കിട്ടുമോ? മാതാപിതാക്കളോട് കോപിക്കുകയും മാതാപിതാക്കളോട് ശാഠ്യം പിടിക്കുകയും ചെയ്ത് എന്നെപ്പോലൊരാൾക്ക് കിട്ടുമോ? എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുകയും അല്ല എൻ്റെ ഭർത്താവിനെ വേദനിപ്പിക്കുകയും ചെയ്ത് എന്നെപ്പോലൊരാൾക്ക് കിട്ടുമോ? ഈ ആത്മവിശ്വാസം കിട്ടുമോ? എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ സംഭവിച്ചു പോയല്ലോ. പൈസ അപഹരിച്ച എന്നെപ്പോലൊരാൾക്ക് ഈ ആത്മീയവ്യവസ്ഥത കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. അനേകം തെറ്റുകൾ നുണ പറഞ്ഞും വഞ്ചിച്ചും മറ്റുള്ളവരെ കളിയാക്കിയും മറ്റുള്ളവരെ പരിഹസിച്ചും ജീവിച്ച എന്നെപ്പോലൊരാൾക്ക് കിട്ടുമോ? എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മറ്റാരും കണ്ടില്ലെങ്കിൽ യേശുവെ നീ കണ്ടല്ലോ, അങ്ങനെയുള്ള എനിക്ക് ആത്മാവിൻ്റെ വിശുദ്ധത കിട്ടുമോ? മകനെ, നീ ഭയപ്പെടേണ്ട. എൻ്റെ മോളെ, നീ പേടിക്കേണ്ട. നിനക്ക് കിട്ടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. കഴിഞ്ഞതെല്ലാം പോക്കി ശുദ്ധീകരിക്കുന്ന ആ തിരക്തം. എന്തെല്ലാം തെറ്റുകൾ നിനക്ക് വന്നെങ്കിലും എല്ലാം ശുദ്ധീകരിച്ച് തരുന്ന ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം, കാൽവറി ക്രൂസിലെ സ്നേഹം, ഗോൽത്തായിലെ മരക്കുരിശിൽ 3 ആണികൾ തൂങ്ങിയതായ നിത്യോജ്വല സ്നേഹം, ത്യാഗനിർഭരമായ സ്നേഹം, ത്യാഗോജ്വലമായ സ്നേഹം. കർത്താവേ, ആ നിത്യസ്നേഹത്താൽ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് നീ തീജ്വാലിയായി കടന്നു വരണമേ. ദൈവത്തിന് സ്തോത്രം. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രവേശിക്കണമേ. എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ നീ ഞാനല്ലാതാക്കി മാറ്റണമേ. എൻ്റെ ഞാനെ മാറ്റി എന്നെ ഒരു പുതിയ ഞാനാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ ദൈവത്തോടൊരു വാക്ക് പറയുമോ? കർത്താവേ, നിൻ്റെ ആണിപ്പോഴുള്ള കരയിപ്പോൾ എൻ്റെ തലമേൽ വെച്ചാൽ എൻ്റെ പാപക്കറകൾ കഴുകപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിൻ്റെ കരങ്ങളിൽ രക്തമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപം പോക്കിന് ശുദ്ധീകരിക്കുന്നു. ആ തിരുരക്തം അവരുടെ കരം ഇപ്പോൾ നാഥ നീ മനസ്സലിഞ്ഞ് ഈ മഹാപാപിയായ എൻ്റെ തലമേൽ ഒന്ന് വെക്കണമേ. കർത്താവേ, ഞാൻ ശുദ്ധനാകുമല്ലോ, ഞാൻ വിശുദ്ധനാകുമല്ലോ, ഞാൻ രൂപാന്തരപ്പെടുമല്ലോ, എൻ്റെ ഹൃദയം മാറുമല്ലോ. യേശുവേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരുമല്ലോ. എനിക്ക് അതിൻ്റെ സാന്നിധ്യം ലഭിക്കുമല്ലോ. എനിക്ക് നിന്നെ ആർത്തുപാടി സ്തുതിക്കാനുള്ള കൃപ ലഭിക്കുമല്ലോ. വിശുദ്ധാരാധനയ്ക്കുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കുമല്ലോ. വിശുദ്ധാരാധനയ്ക്കുള്ള സൗഭാഗ്യം എനിക്ക് നീ തരുമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കുമോ? പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? യേശുവേ, ഇന്നു മുതൽ നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റേത് മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നാനാദേശങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ഈ പ്രിയ ജനത്തെ അവിടെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ആഴത്തിൽ യേശുവിനുള്ളതായ സ്നേഹം ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാഥ, നിൻ്റെ ആണിപ്പാളുടെ കരം വെച്ച് എല്ലാവരും അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനസ്സ് പീഡിതമായിരിക്കുന്നവർക്ക് സമാധാനം നൽകണമേ. ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. സമാധാനം പകരണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ.